ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ തന്നെ വെജ് മീൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ തലേ ദിവസം ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ ഫിലിമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഭയങ്കര കോമഡിയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു സിനിമ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നസ്രിയും ബേസിൽ ജോസഫും ആണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ വിചാരിച്ചു നല്ല കോമഡി പടമാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒട്ടും കോമഡി ഫിലിമൊന്നും അല്ല, സസ്പെൻസ് ത്രില്ലറാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ബോറടിക്കില്ല എന്തായാലും നമ്മൾ ഫിലിമിന് കാണാൻ പോയി കഴിഞ്ഞാൽ. അടിപൊളിയാണ്, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 11:50 രാത്രി 11:50 ഷോ ടൈമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂമിലെത്തുമ്പോൾ ഏകദേശം ഒരു 3-3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വന്ന് കിടന്നിട്ടാണ് പിന്നെ എണീക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് നേരെ വെജ് മീൽ പോകാമെന്ന് വിചാരിച്ചു. വെജ് മീൽ പോയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി നമ്മൾ വീക്കെൻഡ്സിൽ പോയി കഴിഞ്ഞാൽ കേട്ടോ. നമ്മളത് കാരണം തന്നെ ഇപ്പോൾ ലാസ്റ്റ് കുറേ ആയി നമ്മൾ വീക്കെൻഡ്സിലൊക്കെ പോയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു വെജ് മീൽ. ഇന്ന് പിന്നെ നമ്മൾ കുറേ ആയല്ലോ, പോയിട്ട് കുറേ ദിവസമായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. എന്നാലും അത്യാവശ്യം നമ്മളൊരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. വലിയ തിരക്കുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി എണീക്കാൻ വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഗ്രാൻഡിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിൽ വന്നു. ഉച്ചയ്ക്കുള്ള ഫുഡ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഇന്ന് മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ നമ്മളുടെ റൂമിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മീൻ കറി വെച്ചു, പിന്നെ വറുത്തു, പിന്നെന്താ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അങ്ങനെ അതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. ഈവനിങ് ആയപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു നമുക്കിന്ന് ഒരു ഫിലിമിന് പോവാം, പ്രദു എൻ്റെ മാമൻ്റെ മോനും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെടുത്തിട്ട് വരാം, ഞങ്ങളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ല റെഡിയായിട്ട് നേരെ നമ്മൾ പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തണവൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ പാർക്കിലിപ്പോൾ ഫുള്ള് നമ്മുടെ ഗ്രില്ലിങ് പരിപാടിയും പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇപ്പോൾ പാർക്കിൽ. എനിക്ക് മെയിനായിട്ട് ഇത് സെൻട്രൽ പാർക്കാണ്. ഈ ഒരു പാർക്കിലേക്ക് ഋതുവിനായിട്ട് വരാൻ ചെറിയൊരു പേടിയാണ്. കാരണം കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കറിയില്ലല്ലോ, ഓടി വരുമ്പോൾ ചിലപ്പോൾ തട്ട് വീഴും. വേറെ ഈസ്റ്റ് സൈഡിലൊരു പാർക്കുണ്ട്, അവിടേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഭയങ്കര തിരക്ക് കുറവാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ദിവസം അവനായിട്ട് പോകണം. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു തിരക്ക് കാരണം നമുക്ക് ചെറിയൊരു പേടിയാണ്. പിന്നെ ഞാനും ഋതും കുറച്ച് നേരമൊക്കെ അവിടെ നിന്നപ്പോഴത്തേനും ശരത്തേട്ടനും പ്രതും കൂടി എത്തി. ഞങ്ങൾ നേരെ ദേര സിറ്റി സെൻറ്ററിലേക്കാണ് പോയത്. ചിക്കിങ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ്. ഗ്രിൽഡ് ചിക്കിങ്ങിൽ തന്നെ ഒരു ഗ്രിൽഡ് ഐറ്റം ശരത്തേട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അധികം ഇഷ്ടമായില്ല കേട്ടോ. ഋതുവിന് അവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അവന് കൂടുതൽ ഫ്രഞ്ച് ഫ്രൈസാണ് അവൻ കഴിക്കുള്ളൂ. ചിക്കനൊന്നും അവനങ്ങനെ വല്ലാതെ കഴിക്കില്ല. പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഫിലിമിന് കയറുകയാണ് ചെയ്തത്. സൂക്ഷ്മദർശിനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫിലിമിനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഋതു ഇരിക്കുമോ, എങ്ങനെയാണ് ഫുൾ ടൈം ഇരിക്കുമോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ 11:50 ഷോ ടൈം. അവൻ ഉറങ്ങണ ഏകദേശം സമയമാണ്. അപ്പോൾ പിന്നെ എന്തായാലും മാക്സിമം പോയി കഴിഞ്ഞാൽ തന്നെ അവനൊരു ഇൻ്റർവെൽ വരെ ഇരിക്കുള്ളൂ. അതിൻ്റെ ശേഷം അവൻ എന്തായാലും ഉറങ്ങുന്നുള്ളത് ഉറപ്പായിരുന്നു. അതേപോലെ തന്നെ കേട്ടോ സംഭവിച്ചത്. ഇൻ്റർവെല്ലായപ്പോൾ തന്നെ ആൾ നല്ല ഉറക്കമായി. പിന്നെ അവൻ എല്ലാ വട്ടത്തെയും പോലെയല്ല കേട്ടോ, കുറേയൊക്കെ അവൻ നോക്കിയിരുന്നു, സിനിമ കുറേയൊക്കെ കണ്ടിരുന്നു. ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ട ഒരു 3 ഫിലിംസ്, അതായത് ARM, കിഷ്കിന്ദ കാണ്ഡം, പിന്നെ കണ്ടത് സൂക്ഷ്മദർശിനി, ഈ 3 ഫിലിമും അവൻ കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ ഞങ്ങൾക്ക് ഫുൾ സിനിമ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതിലൊക്കെ മുന്നേയൊക്കെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ടൈറ്റിൽ എഴുതി കാണുന്ന സമയത്ത് തന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര കരച്ചിലാണ്. അവനിങ്ങനെ ലൈറ്റ് ഫുൾ ഓഫ് ആയി കഴിഞ്ഞാൽ അവനെന്തോ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം തന്നെ എപ്പോഴും നമ്മൾ പോകുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ശീലിപ്പിച്ചാലാണല്ലോ പിന്നെ ശരിയാവുള്ളൂ. അവന് നമ്മൾ പിന്നീട് ഫിലിംസിനൊക്കെ പോകുമ്പോൾ അവൻ ഓക്കെ ആയിട്ടിരിക്കുകയുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ടാണ് അവനെ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 3 ഫിലിംസ് അവൻ വലിയ കുഴപ്പമില്ലാതിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വീക്കെൻഡ് ആയ കാരണം തന്നെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ അവിടുത്തെ കാരിഫോറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരിഫോറിൽ പോയതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയാം. ആദ്യം ഇപ്പോൾ അവിടെ ക്രിസ്മസ് ഒക്കെ ആയ കാരണം തന്നെ അവിടെ കുറേ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഋതുവിന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇതല്ല കേട്ടോ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മളവിടെ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഋതു മാൾസിലും പിന്നെ ഇങ്ങനെ കാരിഫോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ നമ്മുടെ അടുത്ത് നിൽക്കുകയില്ല, ഫുള്ള് ഓടിക്കളിക്കുകയാണ്. അവനൊന്നിനും പേടിയില്ല. ആകെ കൂടി പേടിയുള്ളത് ഈ ഒരു രൂപമാണ് കേട്ടോ. ഹൾക്കിൻ്റെ ഈ ഒരു രൂപം അവന് ഭയങ്കര പേടിയാണ്. ഹൾക്ക് മാത്രമല്ല, അവെഞ്ചേഴ്സിൻ്റെ കുറേ അങ്ങനെ ഓരോ തെർമോക്കോൾ സ്റ്റാച്യൂസ് അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവന് ഭയങ്കര പേടിയാണത്. നമ്മൾ എത്രത്തോളം അവനെ പേടി മാറ്റാൻ വേണ്ടി അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കിയാലും
ആൾ തീരെ ഓക്കെ ആയിട്ടില്ല കേട്ടോ, ഇതുവരെ ശരിയായിട്ടില്ല. ഇത് മാത്രമാണ് അവന് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലുള്ളൊരു പേടിയുള്ള സംഭവം എന്ന് പറയുന്നത് ഈ അവഞ്ചേഴ്സിൻ്റെ ഈ സ്റ്റാച്ചു ആണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് കാരിഫോറിൽ കയറിയത് കേട്ടോ. അവന് ഭയങ്കര പേടിയാണ്, ശരത്തേൻ്റെ അടുത്ത് ഇറങ്ങിയില്ല. നമ്മൾ അവൻ്റെ പേടി മാറ്റാൻ ഞങ്ങൾ മാക്സിമം കുറേ കാര്യങ്ങളൊക്കെ നോക്കി കൂടുതൽ അവനോട് കുഴപ്പമില്ല, അത് ഋതുവിന് കളിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെയ്ത് നോക്കി. എന്നാലും ആൾ തീരെ ഓക്കെ ആവുന്നില്ല കേട്ടോ. പിന്നെ ഇത്രയും വലിയ സ്റ്റാച്ചു ഒക്കെ അല്ലേ വെച്ചിട്ടുള്ളത്, അതാ തോന്നുന്നു അവന് ഭയങ്കര പേടി. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ആൾ താഴത്തിറങ്ങിയില്ല, ശരത്തേണ്ണെ കെട്ടിപ്പിടിച്ചിട്ട് ഇറുക്കിയിരിക്കും. ഇനി മെല്ലെ മെല്ലെ അതിങ്ങനെ അവനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സൂക്ഷ്മദർശിനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോളൂ കേട്ടോ, നല്ല സിനിമയാണ്.